ഹായ്, നമുക്ക് പെട്ടെന്ന് ഇന്നൊരു ഷോപ്പിങ്ങിന് പോയാലോ? ബാ, പെട്ടെന്ന് റെഡിയിട്ട് വരാം. അങ്ങനെ റെഡിയായി കുഞ്ഞാപ്പൂനെയും കൊണ്ട് കുഞ്ഞാപ്പനെ കാറിൽ കയറ്റി നമുക്ക് പെട്ടെന്നൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഷോപ്പിങ്ങിന് നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അത് പോകുമ്പോൾ കാണിക്കാം കേട്ടോ. ഷോപ്പിങ്ങിന് പോകുന്നതും അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, ഇത് സാധാ ഒരു ഷോപ്പിംഗ് അല്ല, ഒരു ചെറിയ ഷോപ്പിംഗ്. കുറച്ച് ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുന്ന പോക്കാണിത്. നമുക്ക് ഈ കടയിലാണ് പോകേണ്ടത്. ഇത് റേഞ്ച് ഇവിടെ കിട്ടിയില്ലെങ്കിൽ സാധനങ്ങൾ ഇവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ള തൊട്ടടുത്തുള്ള ആ കടയ്ക്കാണ്, ഹോബി ക്രാഫ്റ്റ്. ഇവിടെ 2 കയറാനായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആദ്യം റേഞ്ചിൽ തന്നെ കയറാം. ഇവിടെ കയറിയ ഒരു രക്ഷയില്ല. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ കട മുഴുവൻ ഞാൻ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നേനെ. ഇപ്പം നമുക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, ആരാ നമ്മുടെ 2 ഫ്രണ്ട്സെന്ന്. ഇവരുടെ മോളുടെ ആദൂർബാനയാണ്. അന്നേരം അതിനുള്ള ഡെക്കറേഷൻ്റെ സാധനത്തിന് വേണ്ടി ഞങ്ങൾ വന്നത്. ചേട്ടൻ്റെ ഹാർട്ട് കിട്ടിയെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. ഒത്തിരി നല്ല സൂപ്പർ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. നല്ല പൂക്കളും നല്ല രസമാണ് ഇവിടെ കയറിയ. അങ്ങനെ നമുക്ക് സ്റ്റേജ് ഡെക്കറേഷന് വേണ്ട സാധനങ്ങളും പിന്നെ കൊച്ചിന് മെഴുകുതിരിയുടെ കൂടെ കയ്യിൽ പിടിക്കാൻ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചുമ്മാ റിബണും നെറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ വേണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഇനി സ്റ്റേജ് ഡെക്കറേഷനുള്ള നെറ്റ് മേടിക്കണം. അതവിടെ കിട്ടിയില്ല. അത് നമുക്ക് ഹോബി ക്രാഫ്റ്റിൽ നിന്ന് കിട്ടി കേട്ടോ. ഇതാണ് അത് കളർ, യെല്ലോ കളറിലെ നെറ്റ്. അങ്ങനെ അതും മേടിച്ച് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ ഷോപ്പിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി അടുത്ത പ്ലാനിങ്ങിലേക്ക് കിടക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഈ പോക്ക്. പ്ലാനിങ് ചെയ്ത് ഏത് നിലയിലെത്തുമെന്ന് ദൈവത്തിനറിയാം. ഹായ്, ഇത് മുട്ടയെ പോലെയില്ലേ? പക്ഷെ മുട്ടയല്ല കേട്ടോ, അത് ചോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ച് ഇനി എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടോ എന്നൊക്കെ നോക്കി തൽക്കാലത്തേക്ക് അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഞാനൊരു ബൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൂവെല്ലാം ഉണ്ടാക്കി അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോ ആയത്. ഇനി ഇതിന് പുറകിൽ കുറച്ച് നെറ്റൊക്കെ വെച്ച് ലേസൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും വന്നു. ഹായ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബൊക്ക. ആദ്യ കുർബാനയ്ക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇതാണ് ഔട്ട്ലുക്ക്. അങ്ങനെ ഞങ്ങളെല്ലാം ഒരുങ്ങി ഇറങ്ങുക കേട്ടോ. അങ്ങനെ ആദ്യ കുർബാന ദിവസത്തെ വിശേഷങ്ങളായി ഞാൻ വീണ്ടും എത്തിട്ടോ. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ലുക്ക്. കുഞ്ഞു സുന്ദരൻ്റെ മുന്നിൽ കുഞ്ഞു സുന്ദരിമാരും ഞങ്ങളുടെ ആദ്യ കുർബാന കൊച്ചും. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എന്തായാലും ജോബി ചേട്ടൻ്റെ വക ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ ഇന്നിവിടെ ഞങ്ങൾ ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ ആകുക കേട്ടോ. എല്ലാം സൈനൊക്കെ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ പേരും അഡ്രസ്സും എല്ലാം പറയണമായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുക. സ്റ്റേജ് ഡെക്കറേഷൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചതെല്ലാം സെറ്റാക്കി ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. പിന്നെ ഞങ്ങളൊരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി തുടങ്ങി. ഞങ്ങൾ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല രീതിയിൽ നടന്നു. കളികൾ ചൊല്ലി കാറ്റുകൂടും കരളിനോടും അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. സീ യു ഫോർ നെക്സ്റ്റ്.